ഹായ് ഗായ്സ്, ഇന്ന് ലക്ഷദ്വീപിലെ ഡേ 2 ആണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ റെഡിയായി കുറച്ച് നേരത്തെ അങ്ങോട്ട് ഇറങ്ങി ഭക്ഷണം കഴിച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? സ്കൂബ ഡൈവിങ്. എൻ്റെ ജീവിതത്തിൽ നമ്മൾ ഈ ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയുമല്ലോ, ആ ബക്കറ്റ് ലിസ്റ്റിലെ ഒരു ഐറ്റമായിരുന്നു ഈ സ്കൂബ ഡൈവിങ്. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ പോയി ഫോമൊക്കെ ഫില്ല് ചെയ്ത് സ്കൂബ ഡൈവിങ്ങിന് വേണ്ടി റെഡിയാവുക. നമ്മൾ റെഡിയായിട്ട് ബോട്ട് കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ ആ ഗ്യാപ്പിൽ നമ്മൾ എന്ത് ചെയ്തു, കടലിലേക്ക് ഒന്ന് കയറി വെറുതെ ഒന്ന് നനയാന്ന് കരുതി. കാരണം എന്തായാലും നമ്മൾ നനയാനും കുളിക്കാനും പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ കല്ല് നിൽക്കണം അവിടെയാണ് എൻ്റെ ഹസ്ബൻഡ്. അതുവരെ ഇന്നലെ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത്തേക്ക് വെള്ളം നല്ലോണം കയറി. അപ്പോൾ അവിടെ ഒരു ഊഞ്ഞാലുണ്ട്. പല സ്ഥലത്തും നമുക്ക് നോക്കിയാൽ കടലിൻ്റെ അടുത്തൊക്കെ ആയിട്ട് കുറേ ഊഞ്ഞാലുകൾ കാണാം. അങ്ങനെ ഒരു ഊഞ്ഞാലിലേക്കാണ് ഈ തുഴഞ്ഞു പോണത് എൻ്റെ ഹസ്ബൻഡ്. ആ ഊഞ്ഞാൽ സാധാ പോലെയായിരുന്നു. ഇന്നത്തേക്ക് അത് വെള്ളം കയറിയിട്ട് കടലിൻ്റെ ഉള്ളിലായിപ്പോയി. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് ഊഞ്ഞാലിലൊക്കെ ഒന്ന് ആടി നമ്മൾ ബോട്ട് കാത്ത് നിൽക്കണ ഗ്യാപ്പിൽ. പിന്നെ ഈ ലക്ഷദ്വീപിൻ്റെ വേറൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസം കടലിൽ ഓരോ അതിൻ്റെ കണ്ടീഷൻസ് മാറിക്കൊണ്ടിരിക്കും. ചില സമയത്ത് ഡെൻസിറ്റി കൂടുതലായിരിക്കും, ചില സമയത്ത് ഡെൻസിറ്റി കുറവായിരിക്കും. ഡെൻസിറ്റി അതായത് നമ്മുടെ ട്രാൻസ്പെറൻസി കൂടുതലും കുറവായിരിക്കും. അതായത് ഞങ്ങൾ വന്ന ദിവസം ഭയങ്കരമായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിരുന്നു. നമുക്ക് ഈ ഫ്ലൈറ്റിൽ നിന്ന് നമുക്ക് നേരെ കാണാൻ പറ്റുമായിരുന്നു നല്ലൊരു കടലിൻ്റെ ഒരു കളറും കോറൽസൊക്കെ. ഇന്നത്തേക്ക് നമുക്ക് ഡെൻസിറ്റി കുറവായി. അപ്പം നമ്മുടെ ബോട്ട് വന്നിട്ട് നമ്മളെ ബോട്ടിൽ കൊണ്ടുപോവാണ്. അപ്പോൾ ബോട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മൾക്ക് അത്യാവശ്യം ട്രാൻസ്പെറൻസി ഉള്ള ഒരു ഏരിയയിലേക്ക് കൊണ്ടുപോകും നമ്മളെ. എന്നിട്ട് അവിടുന്ന് നമ്മളെ സ്കൂബ ഡൈവ് ചെയ്തിട്ട്, അതായത് കുറച്ചധികം മീനുകളൊക്കെ കാണുന്ന, കുറച്ചധികം കോറൽസൊക്കെ കാണുന്ന ഒരു ഏരിയയ്ക്ക് നമ്മൾ ബോട്ടിൽ കൊണ്ടുപോവാണ് ചെയ്യുക. അപ്പോൾ ഞാനിങ്ങനെ തുഴഞ്ഞു പോവുകയാണ്. കാരണം എനിക്ക് ചെറിയൊരു ബക്കറ്റ് വെള്ളം മതി മുങ്ങിച്ചാവാൻ. അപ്പോൾ നമ്മൾ ബോട്ടിലെത്തി കഴിഞ്ഞാൽ അവർ നമുക്ക് എങ്ങനെ ഈ എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യാം, സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെ ചെയ്യണം, സൈൻ ലാംഗ്വേജ്, ഇതൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ നമ്മൾ ബോട്ടിലേക്ക് കയറാൻ പോവുകയാണ്. നല്ല വെയിലാണ്. ഈ കാണുന്ന പോലെയല്ല. നമ്മൾ സ്കൂബ ഡൈവിങ്ങിൻ്റെ ആ സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും ഭയങ്കര വെയിലായി പോവും. അപ്പോൾ നമ്മൾ ഫുൾ സൺസ്ക്രീനൊക്കെ ഇട്ട് നല്ല സെറ്റപ്പായിട്ട് വേണം പോവാൻ. അത് നമ്മുടെ അടുത്ത് ആരും പറയുന്നില്ല, നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യണം. ഞാൻ കഷ്ടപ്പെട്ട് അതിന് മേലേക്ക് വലിഞ്ഞ് കയറാനൊക്കെ നോക്കി, പക്ഷേ പറ്റിയില്ല. എന്നെ പൊക്കി എടുത്തിട്ടാണ് ബോട്ടിലേക്ക് ഇരുത്തിയത്. അങ്ങനെ നമ്മുടെ ബോട്ട് ഇങ്ങനെ പോവുകയാണ്. പോയി നമുക്ക് നല്ല ട്രാൻസ്പെറൻസി കിട്ടുന്ന ഒരു ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതേപോലെ തന്നെ കുറച്ചധികം മീനുകളെ, അത്യാവശ്യം നമുക്ക് കാണാൻ കാഴ്ചകളുണ്ടല്ലോ, അത്യാവശ്യം കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന ഒരു ഏരിയയ്ക്ക്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ വേറെ കുറച്ച് ബോട്ടുകൾ, അങ്ങനത്തെ വേറെ ഒരു ടീമുകൾ, അത് ഓരോരോ ടീമുകളാണ്. അപ്പോൾ അവർ ഓരോരുത്തരും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് ഇയാൾ താഴെ ഇറങ്ങി നോക്കുകയാണ്. നമ്മൾ സ്കൂബ ഡൈവിങ്ങിൻ്റെ ട്രെയിൻ ചെയ്തിട്ടുള്ള ഡൈവറാണ് ഇദ്ദേഹം. എന്ത് ചെയ്യണം, താഴെ ഇറങ്ങി നോക്കുകയാണ് നമുക്ക് കാണാനായിട്ട് ട്രാൻസ്പെറൻ്റ് ആണോ, എത്രത്തോളം നമുക്ക് വിസിബിലിറ്റി ഉണ്ട് എന്നൊക്കെ നോക്കിയതാണ്. എന്നിട്ടാണ് നമ്മളെ അവിടെ ഇറക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു പെൺകുട്ടി നമുക്കുള്ള ഈ സാധനങ്ങൾ നമ്മൾ സാധാരണ വീഡിയോയിൽ കണ്ടിട്ടുള്ള കാര്യം എന്താണ്, നമുക്ക് ഈ ബോർഡിൽ തന്നെ നമ്മളിത് ഈ ഒരു എക്യുപ്മെൻറ്റ് ഇട്ടിട്ട് നമ്മൾ ബാക്കിലേക്ക് ഇങ്ങനെ എന്താ പറയുക, ബെൽറ്റ് അടിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ മറിഞ്ഞു വീഴണതാണ് കാണുന്നത്. പക്ഷേ ഇവിടെ ഇവർ നന്നായിട്ട് നമ്മുടെ സെക്യൂരിറ്റി, നമ്മുടെ സേഫ്റ്റി നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ വെള്ളത്തിലേക്ക് ഇറക്കി മെല്ലെ അവർ നമുക്ക് ആ ഒരു സേഫ്റ്റി സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഒരു ഇൻസ്ട്രക്ടർ ഇയാളാണ്, ഈ വ്യക്തിയാണ് ഇപ്പോൾ ബാക്കിൽ നേരത്തെ ചാടിപ്പോയില്ലേ മീനിനെ പോലെ. അപ്പോൾ എല്ലാവരും നല്ലോണം ട്രെയിൻഡ് ആയിട്ടുള്ള, സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡൈവേഴ്സാണ്. അപ്പോൾ ഈ പെൺകുട്ടി എന്താണ്, ഈ പെൺകുട്ടി പറഞ്ഞു നമ്മൾ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ ആ സൺസ്ക്രീന് ചിലതിന് കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ഉപ്പ് വെള്ളം തട്ടുമ്പോൾ നമ്മുടെ സ്കിൻ എന്താവും, നമ്മുടെ സ്കിൻ ഒരുമാതിരി എന്താ പറയുക, ഒരു പാണ്ടൊക്കെ വരുമെന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയ്ക്ക് മാറുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ആ കുട്ടിയുടെ സ്കിന്നൊക്കെ അങ്ങനെ ആയി പറഞ്ഞിട്ട് ആ കുട്ടി ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഈ ഗോഗിൾസൊക്കെ വെച്ച് തന്നു. അങ്ങനെ നമ്മൾ താഴത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പം ഞാൻ ആദ്യം വെച്ചതിൽ എനിക്ക് എനിക്ക് കാണാനില്ല, കാരണം ഞാൻ കണ്ണട വെക്കുന്ന ആളാണ്. അപ്പം എനിക്കത് വെച്ചിട്ടൊരു സമാധാനമില്ല, ഒരു ക്ലിയർ ഇല്ല. അപ്പോൾ എനിക്കത് അവർ മാറ്റി തന്നു. അപ്പോൾ ഇത് വെച്ചപ്പോൾ എനിക്ക് കുഴപ്പമില്ല, കാരണം ഇത് അധികം തുടയ്ക്കൊന്നുമില്ല. ഇവർ ഉപ്പളത്തിലൊന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ അത് ക്ലീൻ ആവുന്നുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ മെക്കാനിസം എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ മെല്ലെ ഇറങ്ങുകയാണ്. ഒന്നാമത് ഈ ബോട്ട് ആടുന്നുണ്ട്. അതേപോലെ തന്നെ എനിക്ക് വെള്ളം എന്ന് പറയുന്നത് ചെറിയൊരു പേടിയുള്ളൊരു സംഭവമാണ്. നമ്മൾ പുറത്ത് കാണിക്കണില്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ ആ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ചില ആൾക്കാർക്ക് ഉണ്ടാവില്ല ഒരു പേടി. ആ ഒരു പേടി എനിക്കും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് എല്ലാം ഇട്ട് തരുന്നത്. അല്ലാതെ നമ്മുടെ ബോട്ടും തന്നെ ഇട്ട് ബാക്കിലേക്ക് മറിഞ്ഞ് കെട്ടി വീഴുകയല്ല ചെയ്യണത്. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലവർക്ക് അത് ബ്രീത്തിങ്, അതായത് അത് ശരിയാവില്ല എന്ന് അവർ പറയുകയാണ്. അപ്പോൾ നമ്മളെല്ലാം എല്ലാം സെറ്റ് ചെയ്ത് നോക്കി. അപ്പോൾ എന്നെ കുറച്ച് അപ്പുറത്തേക്ക് ദൂരത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ടാണ് അടുത്ത ആൾ ഹസ്ബൻഡിനെ കൊണ്ടുവരികയാണ് ചെയ്യണത്. ഞങ്ങൾ രണ്ടുപേരും വേറെ, അതായത്
ഒരേ സ്ഥലത്തേക്ക് തന്നെയാണ് പോണത്, വേറെ വേറെ ആൾക്കാർ കൊണ്ടുപോവുക ചെയ്യണത്. നമുക്കവർ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു തരും, എങ്ങനെ നമ്മൾ ആ ഒരു എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യണം, എങ്ങനെ ബ്രീത്ത് ചെയ്യണം. നമ്മൾ ഫുൾ മൂക്ക് വെച്ച് നമുക്ക് ബ്രീത്ത് ചെയ്യാനേ പറ്റില്ല, നമ്മൾ കംപ്ലീറ്റ് നമ്മുടെ വായ വെച്ച് വേണം ബ്രീത്ത് ചെയ്യാൻ. അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു എനിക്ക് ആദ്യം. പക്ഷേ അതൊരു ട്രാക്കിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതൊരു അടിപൊളിയാണ്. ഞാൻ ആദ്യം മുങ്ങിപ്പോയി, പിന്നെ ഞാൻ മേലേക്ക് വന്നു, അങ്ങനെ ഒരു 3 പ്രാവശ്യം മുങ്ങിപ്പോയി. പിന്നെ എനിക്ക് രണ്ടും കളിപ്പിച്ച് എനിക്ക് എങ്ങനെയെങ്കിലും എനിക്കിത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ഒരു ഇത് കൊണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ എന്ത് ചെയ്തു, ശ്വാസം മുട്ടി മരിച്ചാലും വേണ്ടില്ല കരുതി ഞാൻ പോയി നമ്മൾ വീണ്ടും, കാരണം നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ വായ കൂടെ തന്നെ പുറത്തേക്ക് വിടും. ഇൻഹേൽ ആൻഡ് എക്സേൽ നമ്മൾ ഈ വായിൽ കൂടെ തന്നെ ചെയ്യണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ മൂക്കിലേക്ക് വെള്ളം കയറും. കാരണം നമുക്ക് ശ്വാസം കിട്ടാതെ അത്യാവശ്യം നമ്മൾ നല്ല ഡെപ്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് മേലേക്ക് പോകാനും പറ്റില്ല. ഇവരോട് ഓക്കെ അല്ല, നമുക്ക് കുറച്ച് സൈൻ ലാംഗ്വേജസ് ഇവർ പറഞ്ഞുതരും. അതായത് നമുക്ക് ഓക്കെ ആണ്, ഓക്കെ അല്ല, നമുക്ക് മേലേക്ക് പോകണം, നമുക്ക് ശ്വാസം കിട്ടുന്നില്ല, കണ്ണിലേക്ക് വെള്ളം കയറി, മൂക്കിൽ വെള്ളം കയറി എന്നൊക്കെ നമുക്ക് കുറേ സൈൻ ലാംഗ്വേജ് ഇവർ പറഞ്ഞുതരും. അപ്പോൾ നമുക്കതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് തന്ന് അതൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, അവർ നമ്മളെ ഇറക്കിയത്. അങ്ങനെ ഇതെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. കുറേ അറ്റംപ്റ്റ് നടത്തി, അതായത് ഒരു 3 അറ്റംപ്റ്റ് ഒക്കെ നടത്തി. അതായത് മേലെ പോവുക വീണ്ടും താഴെ വരിക, അങ്ങനെ നടത്തി ഇത് ഫസ്റ്റത്തെയാണ് ഞാൻ കാണിക്കുന്നത്. ഭാഗ്യത്തിന് അത് വീഡിയോയിൽ നമുക്ക് കിട്ടുകയും ചെയ്തു. അങ്ങനെ ഞാൻ എല്ലാം തൊട്ട് നോക്കി, കോറൽ റീഫ് തൊട്ട് നോക്കി, മീനുകളെ തൊടാൻ പാടില്ല, മീനുകളൊക്കെ നോക്കി കണ്ട് പെട്ടെന്ന് തന്നെ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട്. ഞാൻ അയാളുടെ കൈ മുറുക്കെ പിടിച്ചിട്ടുണ്ട്, കാരണം എനിക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല. കണ്ടില്ല ബബിൾസ് ഒക്കെ വരുന്നത്, എനിക്ക് നേരെ ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എന്താ ചെയ്യുക, അതായത് പെട്ടെന്ന് നമ്മളത് പാനിക് ആവുമല്ലോ, കാരണം നമുക്ക് പെട്ടെന്ന് നീന്താനും പറ്റില്ല, കാരണം എനിക്ക് നീന്തൽ അറിയാത്ത ആളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആ ഡൈവിങ് മാസ്കിൻ്റെ ഇടയിൽ കൂടെ ചെറിയ മുടിയുടെ നാരുകൾ ഉണ്ടായിരുന്നു. ആ മുടിയുടെ ഇടയിൽ കൂടെ ഈ കടലിലത്തെ ഉപ്പുവെള്ളം കാണില്ല, എനിക്ക് കണ്ണ് നീറാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ ബ്രീത്തിങ്ങിൻ്റെ ആ ഒരു ട്രാക്കിൽ നിന്ന് ഞാൻ പോയി. ഇപ്പം ഞാൻ സൈൻ ലാംഗ്വേജ് കാണിക്കുന്നുണ്ട്, ആ ലാംഗ്വേജ് കാണിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ നമ്മൾ എന്ത് ചെയ്യും, മേലേക്ക് കൊണ്ടുപോകും. കാരണം നമ്മൾ അത്രയും ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണ് അത് കാണിക്കേണ്ടതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപ്പം തന്നെ അവർ മേലേക്ക് കൊണ്ടുപോകുന്നാണ് പറഞ്ഞത്. അങ്ങനെ ജീവൻ കൈ പിടിച്ച് ഞാൻ എന്ത് ചെയ്തു, മേലേക്ക് പോയി. അവരെനിക്ക് വീണ്ടും കുറച്ച് ടൈം തന്നു. അങ്ങനെ വീണ്ടും ഞാൻ ബ്രീത്ത് ചെയ്തു. എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ്, കാരണം എനിക്കൊരു ബക്കറ്റ് വെള്ളം മതി മുങ്ങിച്ചാവാൻ എന്ന് അറിയുന്ന ഒരേ ഒരാൾ എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ വീണ്ടും ഞാൻ രണ്ടും കൽപ്പിച്ച് താഴത്തേക്ക് ഇറങ്ങി. വീണ്ടും എനിക്ക് ബുദ്ധിമുട്ടായി, വീണ്ടും ഞാൻ മേലേക്ക് പോയി. ഇതങ്ങനെ മൂന്നാമത്തെ ടൈമാണ് താഴത്തേക്ക് വീണ്ടും വരുന്നത്. കാരണം ഇത്ര ഒരു ടൈമിങ്ങിനുള്ളിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങണം എന്നുള്ളൊരു സംഭവം ഉണ്ട്. അതായത് നമുക്ക് ടൈം പീരീഡ് ഇത്രയേ ഉള്ളൂ, നമുക്ക് താഴത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ മൂന്നാമത്തെ ടൈം ഞാൻ താഴെ എത്തിയപ്പോഴേക്കും ഞാൻ ആ ട്രാക്കിലെത്തി. അങ്ങനെ ഞാൻ വീഡിയോസിനൊക്കെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴേക്കും ഞാൻ എന്താ പറയുക, ബ്രീത്തിങ് ഞാൻ പഠിച്ചു. അതായത് നമ്മൾ മറന്നുപോയി, നമ്മൾ മൂക്കിൽ കൂടെയാണ് ബ്രീത്ത് ചെയ്തത് എന്ന് മറന്നുപോയി. നമ്മൾ വായ കൂടെ തന്നെ ബ്രീത്ത് ചെയ്ത് ഇൻഹേൽ ആൻഡ് എക്സൈലൊക്കെ ചെയ്ത് നമ്മൾ ആ ഒരു ഇതിൽ പോകാൻ തുടങ്ങി. പുറത്ത് എൻ്റെ ഹസ്ബൻഡാണെങ്കിലോ നീന്തലും അറിയാം, സ്കൂബ ഡൈവിങ് ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അഹങ്കാരത്തിൽ ഒരു ടെൻഷനും ഒരു പേടിയില്ലാതെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ കൂടെ പോകുന്നുണ്ടാവും, ഒന്നും കണ്ടിട്ടില്ല, കാഴ്ചകൾ കണ്ട് നടക്കുകയാണ്. കാരണം അത്രയും അടിപൊളിയായിരുന്നു ഈ കടലിൻ്റെ അടിയിലെ കാഴ്ചകൾ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം എന്ത് ഭംഗിയാ, നമ്മൾ വിചാരിക്കണത് എന്താ, പുറം ലോകമാണ്, അതായത് നമ്മുടെ കരയാണ് ഭംഗിയെന്ന്, കടലിൽ പോയതൊന്നും കടലാണ് ഭംഗിയെന്ന്. കാരണം അത്രയും ഭംഗിയുള്ള നമുക്ക് പലതരം ഫിഷിനെ കാണാം. ഞാനൊന്നും ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനത്തെ ഫിഷിനെ ഒന്നും. അതേപോലെ കുറേ കോറൽ റീഫ്, നമ്മൾ ഈ നീമോയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, നീമോയിലൊക്കെ കാണുന്ന ആ നീമോ ക്ലൗൺ ഫിഷ്, അതൊക്കെ ഇഷ്ടം പോലെ അവിടെ ഉണ്ട്. എന്ത് രസം, എന്ത് ഭംഗിയാണ് അതൊക്കെ കാണാൻ. ഒരു പ്രാവശ്യമെങ്കിലും നമ്മളിതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാതെ നമ്മൾ വെറുതെ പണിയെടുത്ത് പൈസ ഉണ്ടാക്കി ചത്തുപോയി ഡെഡായിട്ട് എന്ത് കാര്യം എന്നാണ് ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ആലോചിക്കുന്നത്. അപ്പോൾ പറ്റുന്നവർ മാക്സിമം ലക്ഷദ്വീപ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. ലക്ഷദ്വീപ് പോയാൽ മാക്സിമം ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് വരിക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. ഒരു സ്ഥലത്ത് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന എല്ലാം നമ്മൾ എൻജോയ് ചെയ്തിട്ട് വേണം നമ്മൾ തിരിച്ചു വരാൻ. നമ്മൾ ഈ കണ്ട ഈ ഒരു കൂട്ടം, അതായത് സ്കൂൾ ഓഫ് ബ്ലൂ സ്ട്രൈപ്ഡ് സ്നാപ്പർ എന്നാണ് ആ ഒരു മഞ്ഞ കളർ ഫിഷിനെ നമ്മൾ പറയണത്. അതേപോലെ പലതരം ഫിഷ് ഉണ്ട് ഈ കടലിൻ്റെ അടിയിൽ, നമ്മളിതൊന്നും തൊടാൻ പാടില്ല. ഈ കാണുന്നതാണ് സ്ക്വിറൽ ഫിഷ്. അതേപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവിഴ പുറ്റലിൻ്റെ ഇടയിലാണ് ഇവർ താമസിക്കുകയല്ല, ഒളിച്ചിരിക്കുക. അതേപോലെ തന്നെ രാത്രിയാണ് ഇവർ ഹണ്ടിങ്ങിന് ഇറങ്ങുക, അതായത് ഇര പിടിക്കാൻ ഇറങ്ങുക. കുറേ പലതരം മീനുകൾ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്.
ഈ ലക്ഷദ്വീപിൽ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ആക്ടിവിറ്റീസ് ഉണ്ട്. കൂടുതലും വാട്ടർ ആക്ടിവിറ്റീസ് ആയിരിക്കും. കാരണം ചുറ്റും നമുക്ക് കടലാണ്. അതുകൊണ്ട് അതിൽ ഏറ്റവും മെയിനാണ് ഈ സ്കൂബ ഡൈവിങ്. ലക്ഷദ്വീപിൽ വന്നിട്ട് ഈ സ്കൂബ ഡൈവിങ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ മിസ്സായത് തന്നെയാണ്. കാരണം എൻ്റെ ഒരു അറിവിൽ ഈ ലോകത്ത് അത്യാവശ്യം നന്നായിട്ട് സ്കൂബ ഡൈവിങ്ങിന് പറ്റിയ സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ലക്ഷദ്വീപ്. അത് പല ആൾക്കാരും പറഞ്ഞും കേട്ട അറിവാണ്. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാലോ, ഇത്രയും നല്ല ക്ലിയർ ആയിട്ട് കടലിൻ്റെ അടിയിൽ കാണാമെന്ന് എനിക്ക് മനസ്സിലായത് ഈ സ്കൂബ ഡൈവിങ് ചെയ്തപ്പോഴാണ്. അതേപോലെ കടലിൻ്റെ അടിയിൽ ഇത്രയും സാധനങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായത് സ്കൂബ ഡൈവിങ് ചെയ്തപ്പോഴാണ്. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു നിമിഷം നമ്മൾ ആലോചിച്ചു പോവും, എന്ത് ഈ എക്യുപ്മെൻറ്റ്സും ഈ ഓക്സിജൻ സിലിണ്ടറൊന്നും ഇല്ലാതെ നമുക്കൊന്ന് ബ്രീത്ത് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എന്ത് സുഖമായിരിക്കും. നമുക്ക് ഈ കടലിൻ്റെ അടി കൂടെ ഒക്കെ നടന്ന് എന്തൊക്കെ ഉണ്ടെന്ന് കാണാം. പലതരം ഫിഷുകളൊക്കെ ഉണ്ട്. എന്ത് വലിയ ഫിഷൊക്കെ ഉണ്ട്. അതായത് വലുത് പറഞ്ഞാൽ സ്രാവിൻ്റെ അത്ര വലുപ്പമൊന്നുമില്ല, പക്ഷെ നമ്മൾ കാണാത്തൊരു ടൈപ്പ് ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഫിഷൊക്കെ ഇങ്ങനെ അടുത്ത് കൂടെയൊക്കെ പോയിരുന്നു. നമുക്കിങ്ങനെ കാണാൻ പോകുന്നത്, നമ്മൾ തൊടാൻ പാടില്ല. കാരണം ചില ഫിഷിൻ്റെ ഒക്കെ വാല് തട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ സ്കെയിൽസ് എന്തെങ്കിലുമൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഷാർപ്നെസ് ആണെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവർ വാണിംഗ് തരും, നിങ്ങൾ തൊടരുത് മീനുകളെ, ഒന്നിനെയും തൊടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് തൊടാൻ പറ്റുന്ന സാധനങ്ങൾ അവർ കാണിച്ചു തരും. ഇത് തൊട്ടോളൂ, മനസ്സിലായില്ലേ? അങ്ങനെ വേണം നമ്മൾ അവരെ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞ് കേട്ടിട്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. കാരണം നമുക്ക് അറിയാത്ത സ്ഥലമാണ്. അപ്പോൾ നമ്മൾ അവർ പറഞ്ഞു തരുമ്പോൾ അതനുസരിച്ച് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുന്നവർ മാത്രം അവിടെ പോയാൽ മതിയാണ് ഞാൻ പറയുകയാണെങ്കിൽ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരാളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത് അതാണ് എൻ്റെ ഹസ്ബൻഡ്. അവരെ തള്ളി എൻ്റെ ഹസ്ബൻഡ് കൊണ്ടുവന്നു. എൻ്റെ ഹസ്ബൻഡ് മനസ്സിലായിട്ടില്ല ആരായി കയ്യിൽ പിടിക്കണത്. കാരണം കാണുന്നില്ല, നമുക്ക് സൈഡിലേക്ക് കാണില്ല, നേരെ മുന്നിലേക്ക് മാത്രമാണ് ഈ ഡൈവിങ് മാസ്ക് വെച്ചാൽ കാണുള്ളൂ. അപ്പോൾ തന്നെ ഞാൻ ആകെ എന്താ പറയുക, സന്തോഷം കൊണ്ടും എല്ലാം കൊണ്ടും. കാരണം നമ്മൾ കടലിനുള്ളിൽ നമ്മൾ ഒരുമിച്ച്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ബ്രീത്തിങ് ഞാൻ മറന്നു വീണ്ടും. അങ്ങനെ ഇടങ്ങാറായി എൻ്റെ ഈ ഡൈവിങ് മാസ്കിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറി. അപ്പം ഞാനൊരു ഇടങ്ങാറായിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. പിന്നെ എനിക്ക് വീഡിയോ എടുക്കും വേണം. അപ്പോൾ ഞാൻ പിന്നെ രണ്ടും കൽപ്പിച്ച് വീണ്ടും ഞാൻ ആ ട്രാക്കിലേക്ക് വരാൻ ഞാൻ കുറേ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ശ്രമിച്ച് ഞങ്ങൾ വീഡിയോ എടുക്കുകയാണ്. ഈ ഒരു മൊമെൻറ്റ് ഞങ്ങൾക്ക് ഭയങ്കര സ്വീറ്റായിരുന്നു. കാരണം കടലിനുള്ളിൽ നമുക്ക് എന്താ പറയുക, കടലിനുള്ളിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ കടലിനുള്ളിൽ നമ്മൾ ഒരുമിച്ചാണ്, എന്തൊക്കെയോ ഒരു കൈൻഡ് ഓഫ് ഒരു സന്തോഷം ഞങ്ങൾക്ക് ആ ഒരു സമയത്തുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വീഡിയോ ഒക്കെ നല്ല അടിപൊളിയായിട്ട് അവരെടുത്തരും ചെയ്തു. കുറച്ച് നേരം നമ്മൾ വീഡിയോസൊക്കെ എടുത്ത് പിന്നെ എനിക്ക് കൈ വിടാൻ തോന്നില്ല. കാരണം എന്നോട് കൈ വിടാൻ പറയുന്നുണ്ട് അവർ. അതായത് നമുക്ക് തട്ടി കാണിക്കുന്നുണ്ട്. തല പോയാൽ നമ്മൾ കൈ വിടില്ല, നമുക്കല്ലേ അറിയോ. അപ്പോഴേക്കും കണ്ണിൽ വെള്ളം കയറി ഞാൻ ചത്തില്ല എന്നുള്ള അവസ്ഥയ്ക്കായി. കാരണം ഉപ്പുവെള്ളം ആയതുകൊണ്ട് നല്ല നീറലുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീണ്ടും ഒന്നുകൂടി എല്ലാം ചുറ്റി കാണിച്ച് പിന്നെ നമ്മൾ മേലേക്ക് വീണ്ടും വന്നു. അടുത്ത സെറ്റ് ആൾക്കാരെ നമ്മൾ ഇറക്കണം. അപ്പോൾ എൻ്റെ ഒരു കോലം കണ്ടില്ലേ, വെള്ളത്തിൽ മുങ്ങി ചാവാറായി. ഭയങ്കര വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെന്ത് പോകും, അമ്മാതിരി വെയിൽ. പോരാത്തതിന് കുറേ ഉപ്പുവെള്ളം കുടിക്കുകയും ചെയ്തു ഞാൻ. ഇത് അവർ ജസ്റ്റ് ഒന്ന് നീന്തണമെങ്കിൽ നീന്താൻ അറിയുന്നവർക്ക്, സ്വിമ്മിങ് അറിയുന്നവർക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡൊക്കെ ഇറങ്ങി. ഞാനവിടെ വായും മുളന്ന് നിന്നു. കാരണം എനിക്കറിയില്ലല്ലോ, എനിക്കാണെങ്കിൽ കൊതിയായിട്ട്. കാരണം ഈ കടലിൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഭംഗിയാണ്. ഈ ഒരു ടർക്കോയിസ് എന്ന് പറയുന്ന ആ ഒരു കളറിന് ഇത്രയും ഭംഗിയുണ്ടെന്നുള്ളത് നമുക്ക് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാവുക. വിഷ്ണുവിന് ഈ കണ്ണട വെച്ചിട്ട് എന്തിന് നീന്തണമെന്നൊക്കെ ആൾക്കാർക്ക് തോന്നാം. കാരണം സൺസ്ക്രീൻ എന്നൊക്കെ പറയാൻ വരുന്ന പുല്ല്. സണ്ണിൻ്റെ എന്താ പറയുക, ഈ വെളിച്ചം കാരണം നമുക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ഇവരോട് പറഞ്ഞു, പ്ലീസ് എനിക്ക് നീന്തണം, പക്ഷെ എനിക്ക് നീന്താൻ അറിയില്ല. അപ്പോൾ അവർ കണ്ടുപിടിച്ച വഴിയാണ് എന്നെ ഈ ഒരു ലൈഫ് ജാക്കറ്റിൻ്റെ മേലെ കടത്തി ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അവരോട് ഞാൻ കെഞ്ചി ചോദിച്ചു. അവസാനം അവർ സമ്മതിച്ചതാണ് സത്യം പറഞ്ഞാൽ. അങ്ങനെ ആ ബോട്ടിലിരുന്ന സ്ത്രീകൾ ഒരാളായ ഞാൻ മാത്രമാണ് ആ വെള്ളത്തിലേക്ക് അങ്ങനെ ഇറങ്ങിയത്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ മനസ്സൊക്കെ ഒന്ന് നിറഞ്ഞ് നല്ല സന്തോഷത്തോടെയാണ് നമ്മൾ സ്കൂബ ഡൈവിങ് കഴിഞ്ഞ് തിരിച്ചു പോയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ Day 2. അപ്പോൾ Day 3 ആയിട്ട് വീണ്ടും വരാം. സ്റ്റേ ട്യൂൺ ഗായ്സ്. ഹാവ് എ ഗുഡ് ഡേ. ബൈ.